പാർട്ട് 3 ആണെന്നാ തോന്നുന്നത്, അറിയില്ല. എന്നാലും ഞാൻ കളിയിലോട്ട് സ്റ്റാർട്ട് ചെയ്താൽ കഴിഞ്ഞ വീഡിയോക്കൊന്നും 300 വ്യൂസ് എന്തോ കയറി, അതുകൊണ്ടാണ് പാർട്ട് 3 ഇടുന്നത് കേട്ടോ. കളിക്കാം. ഇപ്പം ഞാൻ എന്താണ് ഇത് എൻ്റെ മുഖമൊന്ന് കാണിക്കണം പ്ലീസ്. ഈ കാർ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ സ്റ്റേജ് എന്തോ എത്രത്തോളം സ്റ്റേജ് ഇതൊക്കെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ടാണ് അങ്ങോട്ടാണ് കഴിച്ചത്. ആരോ വെച്ചിട്ടുണ്ടല്ലേ. വണ്ടി വളച്ചെടുക്ക, ഓടിക്ക. അയ്യോ ഓടിച്ച്. പിന്നെ കളി തുടങ്ങണമെന്ന് ലൈക്ക് ചെയ്തേക്ക്. ലൈക്ക് ചെയ്താലേ നമുക്ക് പവറൊക്കെ വരുള്ളൂ. അയ്യോ അതേ പോന്നു കണ്ട, വീയാത്തത് കണ്ട. ആരോ ലൈക്ക് ചെയ്ത. ഈ എൻ്റെ ഫേസ് കാണിക്കണ എത്രത്തോളം ക്ലിയർ ഉണ്ടാവും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ആ ഫേസ് കാണിച്ചിട്ട് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് വേറൊരു ഫോണിലാണ് കളിക്കുന്നത്, അതുകൊണ്ട് ക്ലിയർ ആവും എനിക്കറിയില്ല കേട്ടോ. ജമ്പ് ചെയ്ത് കിടക്കും. പോയി അടിച്ചിടിച്ച് അടിച്ചില്ല. അയ്യോ ഇടിച്ചിടിച്ച്. എങ്ങനെ എടുക്കും? എന്താണിത്? എന്തായാലും വീണേക്കാൾ അയ്യോ ഞാൻ വേറെ ആരുടെ ബസ്സിനുള്ളിൽ കയറിയായി. ഇറങ്ങി വേഗം പോവാ. കിടച്ചൂടായി. ടഫുണ്ട് കളിക്കാൻ തോന്നി. ഫസ്റ്റത്തെ സ്റ്റേജ് എന്താ, രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ പിന്നെങ്കിലും പ്രശ്നമില്ല, പെട്ടെന്ന് കളിച്ചിട്ടത്. പിന്നെ വരുമ്പോൾ നല്ല ടഫായിട്ട് വരണ്ടേ. ഞാൻ സംസാരിക്കാത്തത് ഇതിൽ കോൺസെൻട്രേഷൻ ചെയ്യണുണ്ടോ. ഒരുത്തരവിടെ വീട് പക്ഷെ വീയാണ്ട് പോയി. നമ്മൾ അടുത്ത വീഡിയോ ഏതാന്ന് അറിയണ കാർട്ടില്ല, ആ കാർട്ടിന്റെ ഗെയിം നമ്മൾ ഇടാം. അതിന്റെ പാർട്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇത് കുറച്ച് ദിവസമായി പാർട്ട് ഇട്ടിട്ടുള്ളൂ. ഇതിന് കുറച്ച് വ്യൂസ് അറിയാവുന്നതാണ് ഞാൻ ഇടുന്നത്. ഫസ്റ്റ് ഇട്ടപ്പോൾ ആദ്യം ആൾക്കാരൊന്നും കണ്ടില്ല, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കണ്ട്, അതുകൊണ്ടാണ്. ഓ വീണ് ഗൈസ്. വീണ്ടും ഇവിടെ തന്നെ എത്തി ഗൈസ്. ഇനി ഇവിടെ നിന്ന് വീയാണ്ടിരുന്നാൽ മതിയായിരുന്നു. കഷ്ടപ്പെട്ട് ഇത്ര എത്തിയാളില്ല. ഇങ്ങനത്തെ ഒക്കെ എന്താണ് മനുഷ്യന്മാർ ഇതിലൊക്കെ ഓടിക്കണം. എങ്ങനെയായിരിക്കും മനുഷ്യന്മാർ റിയലാണെങ്കിൽ? ഇതാലോചിച്ചിട്ടാണ് ഞാനിങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അടുത്ത ചെക്ക് പോയിന്റ് എത്തി. പക്ഷെ ഇവിടെ നിന്ന് വീണ കഴിഞ്ഞാൽ അവിടം തൊട്ട് വരേണ്ട വരും എന്തായാലും. അടി നോക്കി എന്റെ പോലെ എന്ത് കൂടിയാണ് അടിയിടാൻ പറ്റി ബേക്കോട്ട് തന്നെ എത്തി 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 എന്റെ പോലെ റിവാർഡ് റിവാർഡ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 rupees ആണ് ഇപ്പൊ കിട്ടിയ. നേരത്തെ 4000 ഇല്ലേ, 1000 ഒറ്റയടിക്കറിയാം. ഇന്നത് എവിടെ വരെ പോകുന്ന അറിയില്ല, നോക്കാം എവിടെ വരെ പോകും. What is this? അയ്യോ അയ്യോ ഗൈസ് പെട്ടെന്ന് തോന്നണ്. അയ്യോ ഇന്നു അവിടെ എത്തിട്ട് കാണാം ഗൈസ്. ഇത്രയും ലോങ് ആക്കണ്ട. ഇവിടെ പിന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. സിമ്പിളാണ് ബസ്. ഇങ്ങനെയൊക്കെ വളവോ ഇതിൻ്റെ ഒരു പണി. എന്റെ പൊന്നല്ലോ എങ്ങനെ കൂടി വഴി. നല്ല ടഫാണ്. സ്റ്റേജ് ചിലപ്പോ സ്കിപ്പ് ചെയ്യും, അത്രയ്ക്ക് ടഫാണ്. എന്റെ പൊന്ന് വാട്ട് ഈസ് ദിസ്? കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്, എന്നാ കാണാം. അങ്ങനെ കുറേ നേരം പിടിച്ചിട്ടാണ് 7ാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആക്കിയത്. 8ാമത്തെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല. എന്തോരം നേരം പിടിച്ചു ഗൈസ്. കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്ക് പാതി ശ്വാസം കുറഞ്ഞ് കിട്ടിട്ടോ. അയ്യോ 8ാമത്തെ അതിനേക്കാളും പാടാൻ എനിക്കറിയില്ല. ഞാന് തുടങ്ങി വെച്ചപ്പോ എന്താണ്, ഞാൻ നേരത്തെ 7ാമത്തെ സ്റ്റേജ് തുടങ്ങിയപ്പോ എൻ്റെ കയ്യിൽ പൈസ എത്ര, എന്താ 5000 ഉണ്ടായുള്ളൂ. ഇപ്പൊ നോക്കി, ഇപ്പൊ എൻ്റെ കയ്യിലത്തെ പൈസ നോക്കി 2000 ഒറ്റയടിക്ക് എങ്ങനെ അത്രയൊക്കെ ആ 7ാമത്തെ സ്റ്റേജിന് വേണ്ടി ഞാൻ കളഞ്ഞു. ദൂരം കുറവാണ് 7ാമത്തെ സ്റ്റേജിന്. പക്ഷേ ഇത് ഏത് നല്ല ടഫാണ് 7ാമത്തെ സ്റ്റേജ്. പക്ഷെ ഡിസ്റ്റൻസ് കുറവാണെന്നുള്ളൂ. ഇതെന്താണ്? ഓ വീഡിയോ തന്നെയായിരുന്നു. റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ആ 8ാമത്തെ സ്റ്റേജിന് പകുതി എത്തിയതോളറി. ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി, സോറി. എന്തായാലും ഇവിടെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പകുതി ആയിട്ടുള്ളൂ, പേടിക്കുന്ന ആവശ്യമില്ല. പകുതി ഉണ്ടാവുള്ളൂ, പേടിക്കണ്ട. ഗെയിം നിങ്ങൾ കളിക്കുക. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് നല്ല സിമ്പിൾ ഗെയിമാണ്. പിന്നെ വരും തോന്നും നല്ല ടഫായി വരുന്നുണ്ട്. നിങ്ങൾ കളിച്ച് നോക്കും, പിന്നെ ടഫ്നെസ് മനസ്സിലാവും.
എത്ര പ്രാവശ്യം വീഴും. എന്റെ പൊന്നെ ഈ പാലും അടിയിൽ ട്രക്കൊക്കെ വീണെടുക്കണം ഇവിടെ. കേറി കഴിച്ചിട്ടുണ്ട്. നല്ല ടഫാണ് ഇതൊക്കെ. ഓ പെട്ട് പലതവണ കടന്നിട്ടാ കൊറേയൊക്കെ കട്ടുകളെ എന്താ വെച്ചാലേ അവിടെയൊക്കെ നമുക്ക് കൊറേ പ്രാവശ്യം വീട് കഴിഞ്ഞാല് ഇതിപ്പോ ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു 1 hour അത്രയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത്രയൊക്കെ വേറെ ആയിട്ടുണ്ടാവും. അപ്പൊ കളിക്കാതെ പോയിട്ട് എന്തോ ഒരു 1 hour ആയിട്ടുണ്ടാവും എന്തായാലും. ഇവിടെയൊക്കെ നല്ല ടഫാണ്. ഓൻ്റെ മോനെ യെസ് 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 ഗയ്സ് ജസ്റ്റ് ചെക്ക് പോയിന്റ്. യോ ബ്രോ കിട്ടി എത്ര വെച്ചേറെക്കൂടെ വരത് ഇത് കൂടെ കമ്മി നോക്കട്ടെ. എന്റെ പോലെ ലാവേ ഓ പിന്നെങ്കിലും കുഴപ്പമില്ല. 7ാമത്തെ സ്റ്റേജ് ആയിരുന്നല്ലോ. ഇങ്ങനെ ഒന്ന് വളക്കാനും തിരിക്കാനൊക്കെ ഉള്ളു. താഴത്തടയിലാവ ഓ ഒറ്റ വളവും തുളച്ചു. അയ്യോ ഒരു കാറുണ്ട് 9500 രൂപേന്റെ കാറാണ്. ഇനി വെറും 1000 രൂപ വരളി മതി അത് എടുക്കാൻ. ഇത് അടുത്ത വീഡിയോ നമ്മൾ എടുക്കും. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എടുക്കും. ഈ പാർട്ടിൽ എടുക്കാം അറിയില്ല. പൈസ ആയാൽ എടുക്കാം. This is tough. അയ്യോ കണ്ടിട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഈ ഒരു ടയറൊക്കെ താഴ്ത്തായിരിക്കണമെന്ന്. കാണാൻ പറ്റില്ല. അയ്യോ കാണാൻ പറ്റില്ല. അയ്യോ എന്റെ ദൈവമേ, എന്റെ അല്ലാ, എങ്ങനെ കയറുത്? ഇത്ര അടുത്തോണ്ട് വെച്ചത് എനിക്ക് കളിക്കാൻ പറ്റാത്തോണ്ട് കേട്ടോ. ആരും ഒന്ന് വിചാരിക്കരുത്. ഇവിടെ വലിയൊരു കയറ്റമുണ്ട്.
പൊട്ടിപ്പൊളിഞ്ഞിരിക്കണല്ലോ. എൻ്റെ ഫേസ് എടുക്കണ ക്യാമറ ഫുൾ അലങ്കോലായിരിക്കും. ആരും ഒന്നും വിചാരിക്കരുത്. ഇനി വരുംതോറും അത് ക്ലിയർ ആവാൻ ഇതാണ്. എൻ്റെ ഇതെന്തോരം ദൂരമാണിത്. കളിച്ചിരിക്കണ നല്ല ടൈം അടിക്കൂട്ടോ. ഒറ്റ ടൈലാണെങ്കിൽ ഇത് ഇൻസെയിൻ. പോലെ ഞാൻ ഇത് വീണാണ്. ഞാന് യോടോ പോലെ കേറ പ്ലീസ് റാ. ഞാനിത് എങ്ങനെയെങ്കിലും എടുക്കും. കേറാം. എന്നാ ഗൈസ് ഞാൻ റീസ്റ്റാർട്ട് എന്താ ഫോണായിട്ട് ഒന്നും കൂടെ കാണാം. എന്നാൽ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി സ്റ്റേജ് നമുക്ക് ഇനി അടുത്ത പാർട്ടിയിൽ കളിക്കാം. കണ്ടവർക്ക് എല്ലാവർക്കും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. എന്നാൽ അടുത്ത വീഡിയോ കാണാം. ബൈ.